എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 6 അർത്ഥവിവരണം ഭാഗം 2 കടക്കുകയാണ്. ഹംസാസുരദ്ധിരത കേസരി വീര ഘോര വൈരാഗരാമയ വിരോധക രാജ ശൗരേ ഹംസാതിരമ്യ സരസീരുഹ പാദമൂല ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതാരമെടുത്തത് മുഖ്യമായും ഹംസൻ എന്ന അസുരനെ വധിക്കാനാണ് എന്നാണ് കഥ. ഓരോ മനുഷ്യരിലുമുണ്ട് ദൈവീ ഗുണവും ആസുരി ഗുണവും. ഒന്നും മറ്റേതിൻ്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി എപ്പോഴും മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കും. ഏതു ഗുണത്തിനാണോ ശക്തി കൂടുതൽ അത് ജീവിതത്തിൽ മുഴച്ചു കാണുകയും ചെയ്യും. ഈ 2 തരം ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ഭഗവത്ഗീതയിൽ വിസ്തരിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾക്കറിയാം. എത്ര കിട്ടിയാലും മതി വരാത്തതാണ്, എത്ര സുഖിച്ചാലും തൃപ്തി വരാത്തതാണ് ആസുരി ഗുണം. ആസുരി സ്വഭാവമുള്ളവരെ ഭരിക്കുന്നത് കാമങ്ങളാണ്. ദേവന്മാരുടെ മറ്റൊരു പേരാണല്ലോ സുരന്മാർ. എല്ലാം വേണ്ടുവോളം ദാനം ചെയ്യുന്നവൻ എന്നാണ് സുരൻ എന്ന വാക്കിനർത്ഥം. സുഷ്ടും രാതി ഇതി സുര. വേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന തൃപ്തി ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരാഗ്രഹവും ഇല്ലാതിരിക്കുമ്പോഴാണ്. ആ ഭാവമുണ്ടാകുന്നത് അറിവുള്ളവരിലാണ് താനും. അറിവുണ്ടായി കാമങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്നും മുക്തരായി ജീവിക്കുന്ന ഭാവത്തെ വേണം അതുകൊണ്ട് സുരത്വം എന്ന് വിളിക്കേണ്ടത്. അതിൻ്റെ വിപരീത ഭാവമാണ് അസുരത്വം. തമ്മിലുള്ള അസുരത്വത്തെ അറിവും നിസ്സംഗതയുമാകുന്ന സുരത്വം കൊണ്ട് ജയിക്കണം. അത് സൂചിപ്പിക്കുന്ന കഥയാണ് ഭഗവാൻ കംസനെ കൊന്നു എന്നത്. ആമയം എന്നാൽ രോഗം, ദുഃഖം എന്നൊക്കെയാണ് അർത്ഥം. അതൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്തു വില കൊടുത്തും രോഗങ്ങളെയും ദുഃഖങ്ങളെയും ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കും. അങ്ങനെ സകലരുടെയും വിരോധത്തിന് പാത്രമായ ആമയത്തെ എതിർത്തു നിൽക്കുന്ന രാജാവാണ് ഈശ്വരൻ. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഇഷ്ടകരമായിരിക്കണമെന്ന് നിർബന്ധമുള്ളപ്പോഴാണ് അനിഷ്ടകരമായ സംഭവങ്ങളെ നാം വെറുക്കുന്നത്. പ്രകൃതിയുടെ ഗതിവിഗതികൾക്കനുസരിച്ച് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ശരീരത്തിൻ്റെ രോഗമായും അരോഗമായും ഒക്കെ അനുഭവപ്പെടുന്നത്. സുഖം വരുന്നതും ദുഃഖം വരുന്നതും രോഗം വരുന്നതും രോഗം ഇല്ലാതിരിക്കുന്നതുമൊക്കെ പ്രപഞ്ചഗതിയിൽ സ്വാഭാവികമാണെന്നറിഞ്ഞ് രണ്ടിനെയും സമബുദ്ധിയോടുകൂടി നേരിടുന്നവനാണ് യോഗി. അല്ലാത്തവർ രോഗികളും. ശരീരത്തിനായാലും മനസ്സിനായാലും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിവിധി യോഗിയുടെ സമനിലയാണ്. ആ സമനിലയാണ് മാനാപമാന സമമാനസ രാജഹംസനായ ഭഗവാന് സ്വാഭാവികം. ആ നില ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കൈവരുമ്പോഴാണ് ഈശ്വരൻ്റെ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലഭിച്ചുവെന്നു പറയാവുന്നത്. ആ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെപ്പോലെയുള്ളവർ ഈശ്വരൻ്റെ പാദകമലങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞവരെ ഹംസന്മാർ എന്ന് വിളിക്കാം. സൂര്യൻ, ഗുരു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സന്യാസി, ജ്ഞാനി, രാജാവ് എന്നിങ്ങനെ പല അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ഹംസൻ. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞവരെ ഇതിൽ ഏതായും കരുതാം. അവരെല്ലാം ആനന്ദത്തിൻ്റെ ഉറവിടമായി കാണുന്നത് ഈശ്വരൻ്റെ പാദമൂലത്തെയാണ്. അങ്ങനെയുള്ള ശ്രീ ഭൂപതേ അല്ലയോ ഹരി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ. അർത്ഥവിവരണം ഭാഗം 2 ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 6 ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. ഹംസാസുരദ്ധിരത കേസരി വീര ഘോര വൈരാഗരാമയ വിരോധക രാജ ശൗരേ ഹംസാതിരമ്യ സരസീരുഹപാദമൂല ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. അർത്ഥവരണം ഭാഗം 2 ഇന്നിവിടെ സമാപിക്കാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.